വല്ലവന്റെ മച്ചിൽ കെട്ടിയ കയറിന്റെ ഇങ്ങേത്തുമ്പിൽ കെട്ടിവിടാൻ ഇവിടെ പെൺകുട്ടികളില്ല. കൂടുതലൊന്നും പറയാനില്ല. കല്യാണപ്രായത്തോടടുക്കുന്ന മകളെ കെട്ടിച്ചു വിടുന്നില്ലേ എന്ന ചോദ്യത്തിന് എൻ്റെ ഒപ്പം പഠിച്ച ഒരു സുഹൃത്ത് നൽകിയ മറുപടിയാണിത്. അവനിന്ന് രാവിലെ ഫേസ്ബുക്കിൽ ഇത് കുറിച്ചിരിക്കുന്നത് ഞാൻ രാവിലെ ജസ്റ്റ് ഇങ്ങനെ സോഷ്യൽ മീഡിയ പേജുകൾ നോക്കുമ്പോൾ കണ്ടു, ലൈക്ക് കൊടുത്തു, ഒരു കമൻറ്റ് വിട്ടു. ആറ്റുകാലിൽ ജീവനൊടുക്കിയ ആതിര, വിസ്മയും അതുപോലെ ജീവിതം താലിച്ചരടിൽ അവസാനിപ്പിച്ച ഒരുപാട് പെൺകുട്ടികളെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന ദിവസങ്ങളാണ് നമുക്ക് ഓരോരുത്തർക്കും, അതും പെൺമക്കളുടെ അമ്മമാർക്ക് അവരുടെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നത്. പക്ഷെ ഇങ്ങനെ ചങ്കൂറ്റത്തോടെ മറുപടി പറയുന്ന അമ്മമാർ നമുക്കിടയിലുണ്ടോ? ഉണ്ട്. ഞാനും അങ്ങനെ ഒരു അമ്മയാണ്. മറ്റൊരുത്തൻ്റെ മച്ചിന്മേൽ തൂങ്ങിയാടാൻ എൻ്റെ മകളെ ഞാൻ അയക്കുകയില്ല എന്ന് കരുത്തോടെ പറയുന്ന ഒരു അമ്മയാണ് ഞാൻ. എന്നാൽ ആരതിയുടെ ആത്മഹത്യാക്കുറിപ്പിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ ആരതിയുടെ അമ്മയോടാണ് സകല അമർഷവും തോന്നുന്നത്. നിങ്ങൾക്ക് രക്ഷിക്കാമായിരുന്നില്ലേ ആ കുഞ്ഞിനെ? ആരുടെ അഭിമാനത്തിന്റെ പേരിൽ, എന്ത് അഭിമാനത്തിന്റെ പേരിൽ ആ കുഞ്ഞിന്റെ ആ വിഷമങ്ങൾ നിങ്ങൾ പരിഗണിച്ചില്ല? നമ്മുടെ ചോരയിൽ പിറന്ന കുഞ്ഞ് വേദനിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു തുള്ളി വെള്ളം കുടിക്കാൻ ഏതെങ്കിലും അമ്മയ്ക്കാകുമോ? ഈ ചോദ്യങ്ങളൊക്കെ എനിക്ക് ആരതിയുടെ ആ ആത്മഹത്യാക്കുറിപ്പിനെ കുറിച്ചുള്ള ആ വാർത്ത അത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്ന ചോദ്യമാണ്. ആറ്റുകാലിൽ ജീവനൊടുക്കി 27-കാരി ആരതിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ ഭർത്താവിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. ദീർഘനാളായി, 1-2 ദിവസങ്ങളല്ല, ദീർഘനാളായി താൻ കടുത്ത ശാരീരിക മാനസിക പീഡനങ്ങൾ നേരിട്ടിരുന്നു എന്നും മർദ്ദന വിവരങ്ങൾ പലരോടും പങ്കുവച്ചിട്ടും തന്നെ സങ്കടം കേൾക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നാണ് ആരതി കുറിപ്പിൽ പറയുന്നത്. എന്റെ വിഷമം കേൾക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ ആ കുഞ്ഞതിൽ കുറിച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നിട്ടും രക്ഷ ഉണ്ടായില്ല എന്നൊരു മകള് പറയുമ്പോൾ ആ അമ്മ പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ചത് എന്ന് അറിയാതെ ചോദിച്ചു പോവുകയാണ്. ഭർത്താവ് അതുലുമായി ഇനിയും മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് ബോധ്യപ്പെട്ടതിനാലാണ് ജീവൻ ഒടുക്കുന്നത് എന്നും ആരതിയുടെ കുറിപ്പിലുണ്ട്. കഷ്ടം, സങ്കടം തോന്നി. നമുക്കൊക്കെ, നമ്മുടെയൊക്കെ കുടുംബത്തിൽ നമുക്കൊക്കെ സ്വന്തം അതുപോലെയുള്ള മക്കൾ, ആ പ്രായത്തിലുള്ള മക്കൾ, അല്ലെങ്കിൽ ആ പ്രായത്തിലേക്ക് അടുക്കുന്ന മക്കൾ നമുക്കൊക്കെ ഉണ്ട്. അത് കണ്ടിട്ട് സഹിക്കുന്നില്ല. സംഭവത്തിൽ ആത്മഹത്യാ പ്രേരണ, ഗാർഹിക പീഡനം എന്നീ കുറ്റങ്ങൾ ചുമത്തി ഭർത്താവ് അതുലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അപ്പൊ തന്നെ ഇങ്ങനെ പറയുമ്പോൾ തന്നെ ആ കുഞ്ഞിനെ കൊണ്ടുവരേണ്ടതായിരുന്നില്ലേ? വീണ്ടും അവിടെ നിർത്തി അതിനെ മാനസിക പീഡനം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം, 1-2 ദിവസമൊക്കെ നമുക്ക് ആ പോട്ടെ എന്ന് പറഞ്ഞ് സഹിക്കാം. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് മാനസിക പീഡനം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ മനസ്സിലൊക്കെ വരുത്തുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നത് അനുഭവിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരു അമ്മയ്ക്ക് എങ്ങനെ, മകളുടെ ഈ വിഷമങ്ങൾ കണ്ടിട്ട് ഒരു അമ്മയ്ക്ക് എങ്ങനെ ഇത് കേട്ടു നിൽക്കാൻ സാധിച്ചു എന്നാണ് എൻ്റെ മനസ്സിൽ തോന്നിയത്. 1.5 വർഷം മുൻപാണ് ഇവർ രണ്ടുപേരും വിവാഹിതരായത്. വർക്കലയിലെ വാടക വീട്ടിലായിരുന്നു താമസം. വിവാഹം കഴിഞ്ഞ് 3-ാം മാസം മുതൽ ആരതി ക്രൂരമായ ഭർത്തൃപീഡനത്തിന് ഇരയായിരുന്നു എന്ന് കുടുംബം ആരോപിക്കുന്നു. ഭർത്താവ് ശാരീരികമായി ഉപദ്രവിച്ചതിന്റെ ദൃശ്യങ്ങൾ പോലും ആരതി അമ്മയ്ക്ക് അയച്ചു നൽകിയിരുന്നു. ഇത് കണ്ടിട്ട് എങ്ങനെ കണ്ണടയ്ക്കാൻ സാധിച്ചു? ശരീരത്തിൽ മർദ്ദനമേറ്റതിന്റെ അടയാളങ്ങൾ ഉൾപ്പെടെ 13 മുറിവുകൾ ഉണ്ടായിരുന്നതായി ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ വ്യക്തമായിട്ടുണ്ട്. അതുലിനെതിരെ കൃത്യമായ തെളിവുകൾ ഉണ്ട് എന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. വിവാഹ സമയത്ത് നൽകിയ 50 പവൻ സ്വർണം പല ഘട്ടങ്ങളിലായി പണയം വെച്ച അതുൽ ഒടുവിൽ 8 ലക്ഷം രൂപയ്ക്ക് ഇത് വിറ്റ് കാർ വാങ്ങിയതാണ് രണ്ടുപേരും തമ്മിലുള്ള വലിയ തർക്കങ്ങൾക്ക് കാരണമായത്. ഇതിനുശേഷം കൂടുതൽ പണം ആവശ്യപ്പെട്ട് നിരന്തരം ആരതി ഉപദ്രവിച്ചിരുന്നു. എല്ലാ വഴികളും അടഞ്ഞതോടെയാണ് ആരതി സ്വന്തം ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഓരോ പെൺകുട്ടിക്കും അറിയാം, വിവാഹം നിശ്ചയിച്ചു കഴിയുമ്പോൾ ആ കൊടുക്കാം എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ ഡിമാൻഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ മകൾക്ക് കൊടുക്കണമെന്ന് ഉള്ള ആ ഒരു സ്വർണം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെ ഒരുക്കാൻ ഓരോ അച്ഛനും അമ്മയും പെടുന്ന ബുദ്ധിമുട്ടുകൾ എല്ലാ മക്കൾക്കും അറിയാം. അത് ഏറ്റവും കൂടുതൽ അറിയുന്നത് പെൺമക്കൾക്ക് തന്നെയാണ്. ആ വിഷമത്തിലായിരിക്കും ആരതി ഇത്രയും സഹിച്ചത്. പക്ഷെ ഇനിയും തന്റെ വീട്ടിൽ ചെന്ന് ഇങ്ങനെയാണ് പ്രശ്നങ്ങൾ, കാശ് വേണം എന്ന് പറയാൻ ഒരു പക്ഷെ അറിയാം ആരതിക്ക്. വീണ്ടും ചെന്നാൽ അച്ഛനും അമ്മയ്ക്ക് അത് ബുദ്ധിമുട്ടാകുമെന്നുള്ളതായിരിക്കും ആ കുഞ്ഞിനെ വിഷമിപ്പിച്ചത്. തന്റെ സങ്കടം കേൾക്കാൻ ആരുമില്ല എന്നുള്ളതും അവളെ എന്ത് ചെയ്യണമെന്നുള്ള ആശങ്ക കൊണ്ടുവന്ന് കാണും. അമ്മ പോലും, തനിക്ക് ഏറ്റവും സപ്പോർട്ടീവായി നിൽക്കേണ്ടുന്ന അമ്മ പോലും തൻ്റെ സങ്കടങ്ങൾ കാണുന്നെന്ന് പോലും നടിക്കുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ പരിഹാരം പറയുന്നില്ല, ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നത് തന്നെയായിരിക്കും ആരതിയെ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചത്. വീണ്ടും എൻ്റെ സുഹൃത്തിൻ്റെ ആ പോസ്റ്ററിലേക്ക് പോയിട്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം. കെട്ടിച്ചു വിടാറായില്ലേ? ഒരു പെൺകുട്ടിയുടെ പിതാവ് എന്ന നിലയിൽ ഞാൻ സ്ഥിരമായി കേൾക്കുന്ന ഒരു ചോദ്യമാണ്. എനിക്കൊന്നേ പറയാനുള്ളൂ, അവളുടെ ചിറകുകൾ പൂർണ്ണ വളർച്ചയെത്തിയെന്നും അവൾക്ക് അവകാശപ്പെട്ട ആകാശം തനിയെ നേടാറായി എന്നും അവൾക്ക് തോന്നുമ്പോൾ, അവൾക്കൊരു കൂട്ടു വേണമെന്ന് തോന്നുകയാണെങ്കിൽ അത് അവൾ എന്നോട് പറയും. അപ്പോൾ അതേക്കുറിച്ച് ആലോചിക്കാം. വല്ലവന്റെ മച്ചിൽ കെട്ടിയ കയറിന്റെ ഇങ്ങേത്തുമ്പിൽ കെട്ടിവിടാൻ ഇവിടെ പെൺകുട്ടികളില്ല. കൂടുതലൊന്നും പറയാനില്ല. ഓരോ പെൺകുഞ്ഞിന്റെയും മാതാപിതാക്കൾ ഇത്തരത്തിലൊരു തീരുമാനമെടുക്കുക. സമൂഹത്തിന് വേണ്ടി നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്ന അച്ഛനമ്മമാരാകരുത്. നമുക്ക് വേണ്ടി, അവർക്ക് വേണ്ടി, നമുക്ക് അവരുടെ നേട്ടങ്ങൾ കണ്ട് സന്തോഷിക്കാൻ വേണ്ടി അങ്ങനെ നമ്മൾ വളർത്തുന്ന കുഞ്ഞുങ്ങളെ മറ്റൊരുത്തന്റെ മുന്നിലിട്ട് ചവിട്ടിക്കൂടാൻ വിട്ടുകൊടുക്കില്ല എന്ന് ഇനിയെങ്കിലും തീരുമാനമെടുക്കുക. എന്തെങ്കിലും ഒരു വിഷമം
നമ്മുടെ കുഞ്ഞിൻ്റെ ഭാഗത്ത് നിന്ന് അവർ പറയുകയാണെങ്കിൽ ആ നിമിഷം ആ സ്പോട്ടിൽ നമുക്കുള്ളത് മാത്രം മതി അത് കൊടുത്ത് ആ കുഞ്ഞിനെ പരിപാലിക്കാൻ വേണ്ടി തിരിച്ച് നമ്മുടെ ഇടയിലേക്ക് കൊണ്ടുവരിക. വേണ്ട അത്തരത്തിലൊരു ജീവിതം എന്ന് തീരുമാനമെടുക്കുക. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.